ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽസ് മിനീസ് ലിറ്റിൽ വേൾഡ്. ഇന്ന് നമ്മൾ പ്ലാന്റ്ഫീൽഡ് ഗാർഡനിലാണ്. ഇത് ലോങ് ഐലൻഡിലൊരു ഫേമസ് ഗാർഡനാണ്. ആക്ച്വലി സ്പ്രിങ് അങ്ങോട്ട് സ്റ്റാർട്ടായിട്ടേ ഉള്ളൂ. അതുകൊണ്ട് ഇപ്പോഴും മരങ്ങൾക്ക് ഇലകളൊന്നുമില്ല. എന്നാലും തുടക്കമാകുമ്പം നമുക്കിവിടെ നോക്കാമല്ലോ എങ്ങനെയുണ്ട്. ചില മരങ്ങളൊക്കെ പൂത്തിട്ടുണ്ട്. അപ്പം നമുക്ക് തുടക്കം എങ്ങനെയാണെന്ന് നമുക്ക് നോക്കിയിട്ട് വീണ്ടും മൊത്തം പൂക്കളാകുമ്പോൾ നമുക്ക് വീണ്ടും ഒന്നുകൂടെ വന്ന് നമുക്ക് നോക്കാം. ഇപ്പം ഇതിനകത്ത് പൂത്തിരിക്കണമെന്ന് അറിയാമോ? ദയാ ഒരു ചെടിയുണ്ടോ? നല്ല ഭംഗിയില്ലേ? ചില ചെടികൾ മാത്രം പൂത്തിട്ടുണ്ട്. അതുപോലെ ട്യൂലിപ്സും പൂത്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതുവഴി ഒന്ന് കറങ്ങി നോക്കാം ഇവിടുത്തെ വിഷ്വൽ എങ്ങനെയുണ്ടെന്ന്. സമ്മർ ആയിക്കഴിഞ്ഞാൽ പിന്നെ ഈ ഫീൽഡ് കാണാൻ നല്ല ഭംഗിയാണ്. എല്ലാം പച്ചപ്പ് നിറഞ്ഞും ഇതിലെ മരങ്ങളൊക്കെ കണ്ടില്ലേ. സ്പ്രിങ് സീസൺ സ്റ്റാർട്ട് ചെയ്തേ ഉള്ളൂ, പക്ഷെ എന്നാലും മരങ്ങളെല്ലാം ഉണങ്ങി നിൽക്കുകയാണ്. ഇങ്ങോട്ട് വരാമല്ലോ. നല്ല കാറ്റുണ്ട് കേട്ടോ. തണുപ്പൊക്കെ മാറി എന്ന് പറഞ്ഞാലും ഇപ്പോഴും നല്ല തണുപ്പുണ്ട്. വെഹിക്കിൾസിനോട് എൻട്രി ചെയ്യാനോ? നമ്മൾ വെഹിക്കിളല്ലല്ലോ, നമ്മൾ നടന്നല്ലേ പോണേ. ഈ നിൽക്കുന്ന മരങ്ങൾക്കൊക്കെ ഒത്തിരി ഏജ് പ്രായമുള്ള കേട്ടോ. എല്ലാത്തിനും ഇവിടെ പേര് സൈഡിൽ കുത്തിയിട്ടുണ്ട്. പക്ഷേ ഇത് പൂത്ത് കഴിയുമ്പോൾ നല്ല ഭംഗിയാണ് കാണാൻ അല്ലേ. അല്ല, ഇതാണ് ഈ മരത്തിൻ്റെ പേര്. ഓരോ മരത്തിനും അവർ ഇതിട്ടിട്ടുണ്ട്. എത്ര വർഷം പഴക്കമുള്ള മരമാണ് ഇത്. ഇലകൾ മൊത്തം വന്നു കഴിയുമ്പോഴാണ് കാണാൻ നല്ല ഭംഗി. ഇലകൾ വരാൻ ഇപ്പോൾ ഇവിടുത്തെ പൂത്ത് നിൽക്കാണ്ടല്ലോ. ട്യൂലിപ്പ് മാത്രമേ ഉള്ളൂ. കണ്ടോ, ട്യൂലിപ്സിൻ്റെ സീസണാണ്. നമുക്ക് ട്യൂലിപ്പ് ഫാമിലേക്ക് പോകുന്നുണ്ട്. ഒരു ഏപ്രിൽ ഒരു ഫസ്റ്റ് വീക്ക് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ട്യൂലിപ്പ് നന്നായിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ഇപ്പോൾ തണുപ്പായതുകൊണ്ട്. എന്നാലും പൂക്കളൊക്കെ വിരിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഈ സൈഡിലെ മരങ്ങൾ കാണാൻ നല്ല ഭംഗിയാണ്. ആ സെക്ഷനിലാണ് എനിക്ക് എത്തേണ്ടത്. ഏതുവഴി എത്തും എന്നുള്ളതാണ് എൻ്റെ ക്വസ്റ്റ്യൻ. ഇതിൻ്റെ നടുക്കൂടെ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ എത്തുമായിരിക്കും എന്ന് വിചാരിക്കുന്നു. ഈ നിൽക്കുന്ന ആർച്ചിൽ വള്ളി റോസയാണ്. പക്ഷെ അത് പൂത്ത് നിന്ന് കഴിയുമ്പോഴത്തേക്ക് നല്ല ഭംഗിയാണ്. എല്ലാം മുളച്ച് കേട്ടോ. ലീസ് കുഞ്ഞിലകളും മൊട്ടുകളൊക്കെ ഓൾറെഡി വരാൻ തുടങ്ങി. ഇവിടുന്ന് അങ്ങ് വരെ ഉള്ളത് വള്ളി റോസയാണ്. നല്ല ഭംഗിയാണ് കാണാൻ ഇതേമാതിരി നിൽക്കുമ്പോൾ. നമ്മളിവിടെ വെഡ്ഡിങ് ഫോട്ടോഷൂട്ടൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ആർച്ചിൻ്റെ ഷേപ്പ് നല്ല ഭംഗിയാണ് കാണാൻ. അത് മൊത്തം റോസ് നിൽക്കുമ്പോഴാണ് കാണാൻ ഇച്ചിരി കൂടെ ഭംഗി. എല്ലാം മുളച്ചുണ്ട്. ലീവ്സൊക്കെ വന്നിട്ടുണ്ട്. ചില ചെടികളും ചില മരങ്ങളും നന്നായിട്ട് പൂത്തിട്ടുണ്ട്. തൊഴി വിട്ടാലോ? കണ്ടല്ലേ, നല്ല ഭംഗിയല്ലേ കാണാൻ. ഈ മരങ്ങൾക്കൊക്കെ ചെറിയ മുള വന്നിട്ടുണ്ട്. നോക്കി ഇതെല്ലാം പൂക്കളാണ്. ആദ്യം ഇവിടുത്തെ മരങ്ങളെല്ലാം തന്നെ പൂക്കും. അതിന് ശേഷമാണ് ഇലകളാകുന്നത്. അങ്ങത്ര ദൂരം നിൽക്കുന്നുണ്ടോ? നല്ല പിങ്കിഷ് കളറിലെ ഒരു ചെടി, പിന്നെ ഒരു വൈറ്റ്. നമുക്ക് ആ ഏരിയയിലേക്ക് പോയി നോക്കാം. ഈ സൈഡൊക്കെ റോസ് ഗാർഡനാണ്. എല്ലാം തണുപ്പ് മാറിയതുകൊണ്ട് എല്ലാം പതിയെ മുളച്ച് പുറത്തേക്ക് വരുന്നതേ ഉള്ളുണ്ട്. അവരെല്ലാം അത് പാച്ച് ചെയ്ത് വെച്ചു. ഇതൊക്കെ ഡാലിയ കേട്ടോ. ഈ സെക്ഷനൊക്കെ ഡാലിയയുടെ സെക്ഷനാണ്. എന്ത് രസമുണ്ടെന്ന് നോക്കിയാൽ ഈ പർപ്പിൾ മരം കാണാൻ. കണ്ട നാട്ടിലെ ബൊഗേൻവില്ല പോലെ ഇരിക്കും കണ്ടാൽ. പക്ഷേ ബൊഗേൻവില്ലയല്ല, ഇത് ഇവിടുത്തെ ഒരു സ്പെഷ്യൽ മരമാണ്. എല്ലാ മരവും തന്നെ ഇതുപോലെ നല്ല ഭംഗിയാണ് കാണാനായിട്ട്. നമുക്കൊരു ഫോട്ടോ എടുക്കാം. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽസ് മിനീസ് ലിറ്റിൽ വേൾഡ്.
ഇന്ന് നമ്മൾ നിൽക്കുന്നത് പ്ലാന്റ് ഫീൽഡ് ഗാർഡൻ, ലോങ് ഐലൻഡിലെ ഒരു മെയിൻ ഗാർഡൻ ആണ്. പ്ലാന്റ് ഫീൽഡ് ഗാർഡൻ എന്ന് പറയും. ഇവിടെ എല്ലാ മരങ്ങളും സൂപ്പറായിട്ട് പൂത്തിട്ടുണ്ട്, കണ്ടല്ലേ. അപ്പം നമ്മൾ കുട്ടികളെ കൊണ്ട് വന്നു കഴിഞ്ഞാൽ അവർക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നേച്ചറെ കൂടുതലായിട്ട് ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ദിസ് ഈസ് എ ബെസ്റ്റ് ടൈം വന്ന് വിസിറ്റ് ചെയ്യാനായിട്ട്. സ്പ്രിങ് സ്റ്റാർട്ട് ചെയ്തേ ഉള്ളൂ. അതുപോലെ മംഗോളിയൻ ട്രീ, ഇത് ജാപ്പനീസ് മംഗോളിയൻ ട്രീ ആണ്. ഇതെല്ലാം പൂത്തിട്ടുണ്ട്, നല്ല മണമാണ്, നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ യെല്ലോ ഫ്ലവർ, പിന്നെ ബ്ലൂം ആയിട്ടില്ല, മുട്ട് വന്ന് നിൽക്കുന്നുള്ളൂ, കണ്ട. ഈ മരങ്ങൾ മൊത്തം യെല്ലോ ഫ്ലവറാണ്. അത് അടുത്ത ആഴ്ച ആകുമ്പോഴത്തേക്ക് നന്നായിട്ട് ബ്ലൂം ആകത്തുള്ളൂ. പക്ഷേ പുറകിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഉണ്ടല്ലേ വൈറ്റ് ഫ്ലവർ നിൽക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ സൈഡിൽ നമുക്ക് കുറച്ച് ടൂലിപ്സ് നിൽപ്പുണ്ട്. ടൂലിപ്സ് എല്ലാം വന്നിട്ടുണ്ട് കേട്ടോ. നമുക്ക് അടുത്ത ആഴ്ച നമുക്ക് ടൂലിപ്സ് ഫീൽഡിലേക്ക് പോകാൻ പറ്റും. ഇവിടെയും കുറച്ച് ടൂലിപ്സ് ഉണ്ട്, നമുക്ക് അത് കാണാം. നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോസ് ഇഷ്ടമാകുകയാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും എഴുതണം. നിങ്ങൾ പ്ലാന്റിനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാകുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യണം. അണപ്പിൽ നിന്ന് മാറി ചൂടത്ത് വരിക. ടൂലിപ്സിൻ്റെ കളക്ഷൻ ഉണ്ടോ? ഈ 2 സെക്ഷനുള്ള ടൂലിപ്സ് ബ്ലൂമായിട്ടുണ്ട്, ഉണ്ട്. യെല്ലോയും വൈറ്റും. എല്ലാ വർഷവും കറക്റ്റ് ഏപ്രിൽ മാസം ആകുമ്പോൾ നമുക്ക് ടൂലിപ്സ് കറക്റ്റായിട്ട് ബ്ലൂ ആവും. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് മംഗോളിയൻ ട്രീ ആണ് കേട്ടോ. കൂട്ടുകാർക്കെല്ലാം ഈ ചെടികൾ ഇഷ്ടപ്പെടും എന്നാണ് എൻ്റെ വിശ്വാസം. മംഗോളിയൻ ട്രീയുടെ 2 വെറൈറ്റീസാണ്, ഈ പിങ്കും അപ്പുറയിൽ കാണുന്ന വൈറ്റും. ഇതിനൊക്കെ നല്ല നല്ല മണം കേട്ടോ, പിങ്കിഷ്. ഇതിലെ മരങ്ങളുടെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, അത് ചുവട് മുതൽ പൂത്ത് നിൽക്കും. അവിടെ മൂലം നമുക്ക് വേര് മുതലുണ്ട്. ഇത് സെയിം തന്നെയാണ് ആ വൈറ്റ് ഇതും. നമുക്ക് ഇനിയിപ്പോൾ എല്ലാ ഗാർഡനിലും ആൾക്കാർ ഏറ്റവും കൂടുതൽ എക്സ്പ്ലോർ ചെയ്യുന്നത് ഇതാണ്. ഈ ചെടിക്കൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ ഉണ്ടല്ലോ, കോളാമ്പി ചെടികളൊക്കെ ഇല്ലേ അമ്പലത്തിലൊക്കെ നിൽക്കുന്ന അതേമാതിരി ഒരു ഫീലിങ്സാണ് നമ്മൾ ഈ ചെടിയോടെ നടക്കുമ്പോൾ. ഇതിൻ്റെ മറ്റൊരു വേർഷനാണ് ഈ തൊട്ട് ഫ്രണ്ടിൽ കാണുന്നത്. അതിൻ്റെ പൂവുണ്ട്, അതിനെക്കാട്ടിലും ചെറിയ ഫ്ലവേഴ്സാണെന്ന് ഉള്ളുണ്ട്. നല്ല ഭംഗിയല്ലേ. ഈ ഗാർഡൻ മുഴുവനും ഇതേമാതിരിയുള്ള ചെടികളാണ്. മറ്റുള്ള ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുട്ടികളെ കൊണ്ടൊന്നും ചെയ്തിട്ടില്ല, അവർക്ക് ഓടി നടക്കാനായിട്ട് ഇഷ്ടം പോലെ സ്പേസ് ഉണ്ട്. നമുക്ക് നമ്മുടെ മനസ്സ് ഒന്ന് റിലീവ് ചെയ്യാനായിട്ട് ഒരു സ്ട്രെസ് ഫ്രീ ആയിട്ടൊക്കെ നമുക്ക് നേച്ചറുമായിട്ട് കൂടുതലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റിയ ഒരു പാർക്കാണ് ഇത്. അപ്പം നിങ്ങൾക്ക് താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും ഈ പാർക്കിൽ വരിക. വന്നു കഴിഞ്ഞാൽ പാർക്കിങ്ങിന് നമുക്ക് ക്യാഷ് കൊടുക്കണ്ട കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് ഗിവ് മി ദ വാല്യുബിൾ കമൻറ്റ്സ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ ഗൈസ്.